ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാണുന്ന ഗെയിം ട്രേഡർ ലൈഫ് സിമുലേറ്റർ ഗെയിമാണ് കേട്ടോ. അതിൻ്റെ അടുത്ത ഭാഗമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫാറ്റിഗ്, ഹങ്കർ, യൂറിൻ. ഇതിലിപ്പോൾ ഹങ്കറിൻ്റെ ഇപ്പോൾ 48% ഉണ്ട്, പകുതി അയക്കണം. ഇപ്പോൾ പ്രോബ്ലം യൂറിനും ഫാറ്റിഗാണ്. അപ്പോൾ നമുക്ക് ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് ബാത്തും പിന്നെ ടോയ്ലറ്റും വാങ്ങിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം. 100 കഴിഞ്ഞാൽ പ്രോബ്ലമാണ്. അപ്പോൾ ടോയ്ലറ്റ് ഇവിടെ അങ്ങനെ പ്ലേസ് ചെയ്യാലേ. ബാത്ത് വാങ്ങേണ്ട ഈ ഗ്യാപ്പിൽ ഇതാക്കാം ടോയ്ലറ്റ്. ബാത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം വെക്കേണ്ടി വരും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയോണ്ടിരിക്കും. അത് ക്ലിയർ ആവും. കണ്ടില്ലേ, ഇപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്ത് ക്ലിയറായി. ഫാറ്റിക്ക് പ്രോബ്ലമാണ്, വേഗം റെഡിയാക്കി. അതായത് ഉറക്കത്തിൻ്റെ പറഞ്ഞിട്ടാണ്. ഞാൻ ബെഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം സെറ്റ് ചെയ്തിട്ട് ഉറങ്ങണം, അല്ലെങ്കിൽ അസുഖം വരും. പിന്നെ അതിന് മരുന്ന് വാങ്ങാൻ വേണ്ടി പോകണം, ഇല്ലെങ്കിൽ മൊത്തം പ്രോബ്ലം. ബെഡ് വാങ്ങിയിട്ട് $350 ഇങ്ങനെ വെക്കതല്ല, ഇങ്ങനെ വെക്കല. അടിച്ച് ഇനി സ്ലീപ്പ് ഉറങ്ങാം. അങ്ങനെ ഉറങ്ങാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞു. അപ്പോൾ അത് റെഡി ആയിട്ടാണ്. ഇനി നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണം പുറത്ത് പോയിട്ട്. എന്നിട്ട് നേരെ നമ്മളെ ഷോപ്പിലേക്ക് പോകണം. 400 രൂപ മറ്റേ ബാങ്കിൽ അടക്കാണ്ട്, അപ്പോൾ മൈനസായിട്ട് കിടക്കണത്. ബാങ്കിൽ നിന്ന് കൂടി വരുമ്പോഴത്തേനും നേരെ പോകണം. ഇനി നമുക്കതിന് മുന്നേ ഇത് നമ്മുടെ ഹൗസ് കേട്ടോ. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഗെയിമാണ് കേട്ടോ, PC അല്ല. ഓക്കെ, അപ്പോൾ കളിക്കാൻ ആഗ്രഹമുള്ളവർ ഒരു കാര്യം നോക്കണം. ഗെയിമിന് 500 രൂപ, ഇന്ത്യൻ മണി 500 രൂപ ഗെയിമിന് ഉണ്ട് ചാർജ്. 500 രൂപ അടച്ചെങ്കിലാണ് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഗെയിം കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും കൂടി റെഡിയാക്കാണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ. ഇപ്പോൾ വണ്ടിയുടെ ഇത് ഗ്യാസ് 65%, ഓയിൽ 79%, വർക്ക്ഷോപ്പിൽ 90% ഇനിയുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഗ്യാസ് നിറക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഓക്കെ, സ്റ്റേഷനിൽ പോവാം. വർക്ക്ഷോപ്പിൽ പോകേണ്ടി പിന്നെ കാശ് ഷോപ്പുണ്ട്. ബർഗർ കഴിച്ചിട്ട് വണ്ടി അവിടെ കിടക്കട്ടെ. അത് തിക്കും തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല. ബർഗർ ഷോപ്പിൽ പോയിട്ട് കഴിക്കുക. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ തോന്നില്ല. എന്തത്, നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, പിസ്സ 65, ബർഗർ 60. ബർഗർ കഴിക്കാം. ബർഗർ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഇവിടെ വെച്ചിട്ടുണ്ട് കഴിക്കാം. എന്തത് ടേബിൾ അവിടെ കഴിച്ചിട്ടോ. ഇനിയിപ്പോൾ 6% ഉള്ളൂ. നമുക്ക് കുറച്ചാണ്ട് പോകും. നമുക്കിനി കടയിൽ നിന്ന് കാശൊക്കെ റെഡി ആയിട്ടാണ് ഇനി ഇപ്പോൾ അടുത്ത് വരാൻ പറ്റുള്ളൂ. കാരണം പെട്രോളിനൊക്കെ ഭയങ്കര കാശ് പോകില്ല. വേറെ
വേറെ വണ്ടി വാങ്ങേണ്ടി വരും. ഓക്കെ, നമുക്കത് കുറവിനൊന്നും കിട്ടില്ല. നമ്മളൊക്കെ ഇവിടെ 50 രൂപ അടിച്ചിരുന്നത് ഫുള്ളായേക്കണം. ഓയിൽ 72 ഉണ്ട്. അടുത്ത തവണ അടിക്കുക. പശു 500 ഇത് ചെറിയ കുട്ടിയാട്ടാ. പശുവിൻ്റെ കുട്ടിയാണ്. പശുവിനല്ല, പശുവിൻ്റെ കുട്ടി. പശുവിൻ്റെ കുട്ടി തന്നെയാണ്. ആടൊന്നുമില്ല. കോഴിയുണ്ട് കേട്ടോ. കോഴിക്ക് എത്ര 150. തൽക്കാലം ബാങ്കിലത്തെ ഇടപാടൊക്കെ തീർത്തിട്ട് വരാം. ബാങ്കിലെ ഇടപാട് തീർക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വണ്ടിക്ക് വില കൂടിയ വണ്ടികളുണ്ടല്ലോ, അതിനൊക്കെ $100 പോകും. തൽക്കാലം വാങ്ങണില്ല. വേണ്ടത് ട്രക്കാണ്. പിക്കപ്പ് ട്രക്കൊക്കെ നമ്മളെ ഷോപ്പ് എത്തിയിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഫണ്ടൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. നോക്കിയൊക്കെ എത്ര ഉണ്ട്. ബാക്കിയുണ്ട് 672. അതിൻ്റെ നമുക്കൊരു ബാങ്കിൽ ഒരു 200 ഇടാം. മൊത്തം ഇട്ടിട്ട് കാര്യമില്ല. ബാങ്കിൽ മൈനസ് എത്ര 450. ഓ മൈ ഗോഡ്. അപ്പോൾ ഒരു 300 ഇടാം അല്ലേ. 400 450 ഭയങ്കര കാശായാലോ. അല്ല, ഇനിയിപ്പോൾ ബെഡ് ഇതൊന്നും വാങ്ങണ്ടല്ലോ. അതാ ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത്. ഒരു 300 ഇടണ. 300 ഇട്ട് കഴിഞ്ഞാൽ 300 ഇടാം അല്ലേ. ബാക്കി 150. ഓക്കെ 300 ഇടാം. ടോട്ടൽ 816 ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ നിന്ന് വിളി വരും. 300 അതിന് ട്രാൻസ്ഫർ ചെയ്യണ്ട. ബാങ്കിൽ എല്ലാ ഇടപാടും ബാങ്കിൽ വഴിയാണ്. അപ്പോൾ 500 രൂപ ആയിട്ടാ. ബാക്കി 150 മൈനസ്. നമുക്ക് ഇവിടെ പ്രൊഡക്റ്റുകൾ ഇതിപ്പോൾ നമുക്ക് ഇതിന് ലാഭം കിട്ടുന്നത് ഇപ്പം എന്താണെന്നറിയോ. സ്റ്റാർട്ടിങ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഷോപ്പ്. അപ്പോൾ ഞാൻ തുടങ്ങിയ പാടന്നെ പ്രൊഡക്റ്റുകൾ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. മെയിനായിട്ട് കോഫിയുടെ ഒരു ഇതും മറ്റേ ജ്യൂസിൻ്റെ ഇതും സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. വേറെ പ്രൊഡക്റ്റൊന്നും വാങ്ങിയിട്ടില്ല. കാരണം ഇല്ലേ, അപ്പോൾ ഇതിനും ഇവിടെ ഇത് കൂടുമ്പേ വീട്ടിലേക്കുള്ള പറഞ്ഞല്ലോ ടോയ്ലറ്റും പിന്നെ ബെഡൊക്കെ വാങ്ങേണ്ടി വന്നു. അത് ഞാൻ മുന്നേ കളിച്ചിട്ട് ഞാൻ കാശിൻ്റെ കാശിലാഞ്ഞിട്ട് ബുദ്ധിമുട്ടി. അതപ്പോൾ നോക്കി. അതുകൊണ്ടാണ് ഞാൻ ബാങ്കിൽ നിന്ന് ഫുള്ള് കാശ് അടക്കാത്തത്. അപ്പോൾ ഇത് കുറച്ച് കടമായിട്ട് നിന്നിട്ട് ഒക്കെ ഒന്ന് ബാലൻസ് ആക്കിയിട്ട് ഇതാക്കുക. അതാണ് കടയിൽ പ്രൊഡക്ട്സ് ഒന്നും വാങ്ങാത്തത്. ഇതിൽ നിന്നുള്ള ലാഭം. കാരണം നമ്മളിത് കുറേ കൂടുന്നിട്ട് ഇത് വാങ്ങുമ്പോൾ ഷെൽഫ് വേണം, അതൊക്കെ കാശ് തോനെ വേണം. അപ്പോൾ ഇതിൽ നിന്ന് കാശ് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും അറിയണ്ട, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കാശ് കയറിക്കോളും. കോഫി വാങ്ങിയിട്ടും ജ്യൂസ് വാങ്ങിയിട്ടൊക്കെ. അപ്പോൾ ആ കാശ് കിട്ടുക കൂടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം പിന്നെ വണ്ടിക്ക് പണി വരിക, വണ്ടിക്ക് ഓയിൽ മാറ്റുക, വണ്ടിക്ക് ഗ്യാസ് മാറ്റുക, പണി വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ
കാശ് വേണം. അപ്പോൾ എപ്പോഴും കയ്യിൽ കുറച്ച് സേവിങ് വേണം. ഓക്കെ, അപ്പോൾ ഇനിയൊരു ഇപ്പോൾ എത്ര ഉണ്ട്? ആകെ 53 അവസ്ഥ. 53 അപ്പം 534 കേട്ടോ. സമാധാനമുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇതിലിപ്പോൾ നല്ല നമുക്ക് കിട്ടണത് നല്ല എക്സ്പെൻസായിട്ട് നമുക്ക് ഫാം 3500 നമ്മൾ അവിടെ ഫാം ഉണ്ടായിരുന്നു. ഹെയർ സെക്കൻഡ് ക്യാഷർ, അതിൻ്റെ ആവശ്യമില്ല. ചേഞ്ച് സൂപ്പർ മാർക്കറ്റ് നെയിം. ഫാം വാങ്ങണമെന്നുണ്ട് കേട്ടോ. ക്യാഷർ തന്നെ മതി, ഇതിന് അത്യാവശ്യമുണ്ട്. ബൈ ഫസ്റ്റ് ഫ്ലോറിന് ക്യാഷ് കൊടുക്കണം, നമുക്ക് വേണ്ട. ഒരു ഫുള്ള് ഉടായിപ്പാണ് ഉള്ള. കംപ്ലീറ്റ് എല്ലാത്തിനും കാശ് നമ്മളെ പറ്റിക്കുക. ഗെയിം വാങ്ങുമ്പോൾ തന്നെ ഓൾറെഡി 500 രൂപ കൊടുത്തിട്ടാണ് ഗെയിം പർച്ചേസ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വണ്ടി വാങ്ങാനും കാശ്, ഫ്ലോർ വേറെ വാങ്ങാനും കാശ്. ഇതന്നെ ധാരാളം. ഭാഗ്യമുണ്ട് ഫാം വാങ്ങാൻ കാശാക്കാത്തത്. 3500 ഉണ്ടെങ്കിൽ ഫാം വാങ്ങാം. പിന്നെ ഇപ്പോൾ നമ്മളൊരു ന്യൂസ് പേപ്പർ വാങ്ങിയിട്ട് കേട്ടോ, അതിന് $150. പിന്നെ ജ്യൂസ് മെഷീൻ $250, അതും വാങ്ങിയിട്ടുണ്ട്. കോഫി മെഷീൻ $600. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കടയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ബൈ എക്സ്പ്രസ്സോ മെഷീൻ എന്താ? പിന്നെ ബൈ വെൻഡിങ് മെഷീൻ, സാൻഡ്വിച്ച് സ്റ്റാൻഡ് 650. ഇതുള്ളത് നമുക്ക് വാങ്ങിയതിൻ്റെ ശേഷം ബാക്കി പ്രൊഡക്ട്സ് വാങ്ങാം. അപ്പോൾ അത് നടക്കുള്ളൂ. 716 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പം ഇനി കുറേ കംപ്ലൈൻറ്റ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അതിൽ കംപ്ലൈൻറ്റ് കുറേ വന്ന് കിടക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കണ്ട, ടൂണ, എഗ്ഗ്, ഷാമ്പു ഇതൊന്നും നമ്മൾ കടയിലേക്ക് സാധനം ഇറക്കിയിട്ടില്ല. ഇറക്കാൻ കാശ് വേണ്ടേ? വണ്ടി എടുത്ത് എവിടേക്കെങ്കിലും പോയാൽ അപ്പം പെട്രോൾ തീരും, പിന്നെ പെട്രോൾ അടിക്കണം. അപ്പം അതിന് നല്ലത് നോക്കിയിട്ട് എടുക്കണ്ടാവും. ഷോപ്പ് അപ്ഗ്രേഡ്, മാനേജ്മെൻറ്റ് ഇതാവൂലേ? മാനേജ്മെൻറ്റ് ഇപ്പം തൽക്കാലം ബൈ എക്സ്പ്രസ്സോ മെഷീൻ. എന്ത് എക്സ്പ്രസ്സോ മെഷീൻ $600 വാങ്ങണ കാശൊന്നും ഇല്ല ഇപ്പം. നോക്കട്ടെ, -200 അതിൻ്റെ കേട്ടോ. 150 66 അതിൻ്റെ 600 റുപ്യ അതിൻ്റെ. അപ്പോൾ നമുക്ക് വാങ്ങണം. എന്താ വേണ്ടത്? ഇവിടുത്തതും കൂടി നോക്കണം. അതാ 18 യൂറിന്, പിന്നെ ഹങ്കർ 22-15. എന്തായാലും വാങ്ങുക അല്ലേ? എന്തായാലും ആവട്ടെ. പണിയാവോ? ലോക്കാവോ ഒക്കെ വാങ്ങിയിട്ട്? ബൈ വെൻഡിങ് മെഷീൻ 750. എന്ത് വെൻഡിങ് മെഷീൻ? സാൻഡ്വിച്ചിൻ്റെ വാങ്ങാൻ തോന്നുന്നത്, അത് നല്ലത്. സാൻഡ്വിച്ച് സാൻഡ് എന്തായാലും സാൻഡ്വിച്ചിൻ്റെ ഇത് വാങ്ങാം. ജ്യൂസ് ഇതൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ അത് നോക്കാം. ഒരു $20 കൂടി ആയി കഴിഞ്ഞാൽ സാൻഡ്വിച്ചിൻ്റെ ഇത് വാങ്ങാം. ബാങ്കിൽ കാശ് കടം വന്നുകൊണ്ടിരിക്കുകയുള്ളൂ, കൂടിക്കൊണ്ടിരിക്കുകയാണ്. 200 അതിൻ്റെ മൈനസ്. നമുക്ക് ഇവിടുന്ന് കയ്യിൽ കാശായെങ്കിലാണ് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ളത്. കാരണം പോയി വരുമ്പോൾ പെട്രോൾ വേണ്ടിയില്ല, ഓയിൽ ഫില്ല് ചെയ്യേണ്ടി വരും. എൻജിൻ ഓയിലാവും, അതന്നെ ആവും. പിന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടത് അത് ഇനിയുണ്ട്, 90 ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സാൻഡ്വിച്ചിൻ്റെ സാധനം കൂടി വാങ്ങി കഴിഞ്ഞാൽ ഗെയിം സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അടുത്ത ഗെയിമായിട്ട് വരാം. ഓക്കെ, അടുത്ത പാട്ടായിട്ട് വരാം. വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട്. ഓക്കെ, ക്യാഷൊന്നും ഇല്ലല്ലോ. അത് $200 ഇപ്പോൾ എടുക്കാനൊന്നുമില്ല കയ്യിൽ. ആൾക്കാർ വന്നിട്ട് പ്രൊഡക്റ്റൊന്നും ഇല്ല, അതുകൊണ്ടാണ് മടങ്ങിപ്പോണത്. ഇവിടെ ആകെ ഒരു ഷെൽഫുള്ളൂ. അതിൽ പിന്നെ ഞാൻ സാധനം ഇപ്പം ഒന്ന് കൊടുന്നിട്ട് വെച്ചിട്ട് ഇതൊക്കെ വാങ്ങിക്കൊണ്ടില്ല. കാശ് കുറേ ആയെങ്കിലും എന്തൊക്കെ കൊടുന്ന് വെച്ചിട്ട് കാര്യം. ഇതേപോലെ ന്യൂസ് പേപ്പറിന് എഴുതുന്നുണ്ട്.
ഇപ്പോൾ ഒക്കെ ജ്യൂസിൻ്റെ ആൾക്കാരൊന്നുമില്ല. തൽക്കാലം ഗെയിം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതാവും നല്ലതോ. ന്യൂസ് പേപ്പറിന് $6 തോന്നുന്നു കിട്ടി. പിന്നെ ഇനിയൊരു 14 കൂടി വേണം. ഇനിയൊരു $8 കൂടി ഉണ്ടെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ ഇത് വാങ്ങാം, മെഷീൻ വാങ്ങാം. വെയിറ്റ് ചെയ്യൂ. കാശ് അതിൻ്റെ ഔട്ടാ. ഓക്കെ, നമുക്ക് ആ സാധനം വാങ്ങാം. ഓക്കെ വാങ്ങാം. നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാം. $666 അതിൻ്റെ. ബാങ്കിൽ കാശ് കൂടി വരുന്നുണ്ട്, വേറെ കാര്യം. സാൻഡ്വിച്ച് സ്റ്റാൻഡ് അത് വാങ്ങിയിട്ടാ. ഓക്കെ, എവിടെ സാൻഡ്വിച്ച് സ്റ്റാൻഡ്? ഇതൗട്ടാ സാൻഡ്വിച്ചിൻ്റെ. ഓനെ പണി പാളിയ. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാശ് കയറിക്കോളും. മറ്റേത് പ്രൊഡക്റ്റ് കുറേ വാങ്ങിക്കൊടുന്ന് ഇതൊക്കെ വെച്ച് സെറ്റ്. അതിനൊക്കെ കാശ് കുറേ വേണം സാധനം വാങ്ങാനുണ്ട്. ആദ്യം നമുക്ക് ഇതിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കാശ് കയറിക്കോളും. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഗെയിം ഓപ്പണായി കിടന്നാൽ മതി. ഓക്കെ, ഇനി അടുത്ത് വാങ്ങേണ്ടത് $600 ബൈ എക്സ്പ്രസ്സോ മെഷീൻ ഉണ്ട്. 600 അത് വാങ്ങണം. എന്താ സംഭവം മനസ്സിലായിട്ടില്ല കേട്ടോ. അതിനിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അറിയാം. അതിന് മുന്നേക്ക് തോന്നുന്നുണ്ട് ഈ വെൻഡിങ് മെഷീൻ ഉണ്ട് $750. അത് വാങ്ങും, അതാവും ഒന്നുകൂടി നല്ലത്. പിന്നെ 1000 സൺഗ്ലാസും കൂടി ഞാൻ കൂടി വാങ്ങി കഴിഞ്ഞാൽ അത് സംഭവം സെറ്റായി. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ക്യാഷൊക്കെ ആയിട്ട് കംപ്ലീറ്റ് പ്രൊഡക്റ്റൊക്കെ വാങ്ങിയിട്ട് ഷോപ്പ് നിറച്ച സാധനങ്ങൾ വെച്ച് സെറ്റ് ചെയ്യണം. ഓക്കെ, വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വരാം. സൂപ്പർ മാർക്കറ്റിൻ്റെ പേരൊന്നും മാറ്റിയിട്ടില്ല, നമുക്ക് മാറ്റണം. നമുക്ക് അതിന് മുന്നേ ഫുഡ് എന്തെങ്കിലും കഴിക്കാം. അവിടെ ബാങ്കിൽ $250 കടായിൻ്റെ കേട്ടോ. $15 ഒരു നോർമൽ ഫുഡ്, അത് സ്ട്രീറ്റ് ഫുഡാണ്, നമുക്ക് ക്യാഷ് ഓർവേണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ അത് 18 കുറഞ്ഞിട്ടുണ്ട് കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, നമ്മൾ ബാങ്ക് കണ്ടത്. ഓക്കെ, ബൈ.